ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ ആർക്കും ഞാൻ പറഞ്ഞു കേൾക്കാം? എനിക്ക് കേൾക്കാൻ മുതലാളി. സൗമ്യ ഹലോ ഹലോ ആർക്കും ഞാൻ പറഞ്ഞു കേൾക്കാമോ? ഹലോ ഹലോ നമസ്കാരം. എൻ്റെ പേര് കരുവേലിൽ പിള്ളിൽ ശാന്തൻ മകൻ പ്രശാന്തൻ, KS പ്രശാന്തൻ. മൈസൂർ ഫ്ലൈയിങ് ക്ലബിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. ഏത് എമർജൻസിയും കൈകാര്യം ചെയ്യുവാൻ 365 ദിവസവും 24 മണിക്കൂറും എൻ്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ്. എന്റെ ദൈവമേ, ആരുടെ ഉയർത്ത കാവലന്തരനാണോ പിടിച്ച് എമർജൻസി സർവീസ് ഇരുത്തിയിരിക്കുന്നത്? ഹലോ സഹോദര, ആദ്യം ഒരു കാര്യം ശാന്തമായി പറയൂ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ രണ്ടുപേര് ഒരു പ്രൈവറ്റ് പ്ലെയിനിലാണ്. ഇതിന്റെ ഡ്രൈവർ അടിച്ച് ഫിറ്റായി ബോധം പോയി കിടപ്പാണ്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓ ഐ സി. അപ്പോൾ വിമാനം ആരാണ് ഓടിക്കുന്നത്? എന്റെ കാർ ഡ്രൈവറാ. ഗോവിന്ദൻ. അപ്പോൾ മിസ്റ്റർ ഗോവിന്ദൻ. ഗോവിന്ദനല്ല, ഒറ്റത്തവണ ഗോവിന്ദൻ. സോറി മിസ്റ്റർ ഒറ്റത്തവണ ഗോവിന്ദൻ, നിങ്ങളൊരു കാര്യം പറയൂ. ഇതിനു മുമ്പ് നിങ്ങൾ വിമാനം ഓടിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് അവൻ ഈച്ച പോലും ഓടിച്ചിട്ടില്ല. നിങ്ങൾ ആരാണ് പറയാതെ ഇതൊന്ന് താഴെ ഇറക്കാനുള്ള വഴി പറഞ്ഞ. വിമാനം താഴേക്ക് ഇറക്കുന്നതിന് മുൻപ് വിമാനം മുകളിലേക്ക് പറത്തുന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിനു മുൻപ് വിമാനത്തെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിമാനം ചെക്ലോസ്ലോവിയക്ക് നിർമ്മിതമായ 2468 കിലോ 316 ഗ്രാം തൂക്കമുള്ള അറ്റ്ലാന്റയാണ്. ഇറങ്ങാനായിട്ട് പിന്നിൽ 2 വാതിലുകളും മുന്നിൽ ഒന്നുമാണുള്ളത്. മാങ്ങാത്തൊരു വർത്തമാനം നിർത്തിട്ട് ഇതൊന്ന് താഴെ ഇറക്കാനുള്ള വഴി പറഞ്ഞാടാ. സുഹൃത്തെ, പ്ലീസ് ശാന്തനാകൂ. ഇനി പറയൂ, നിങ്ങളുടെ നേരെ മുന്നിൽ ഇപ്പോൾ എന്താണ് കാണുന്നത്? കാലൻ അവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിന് വരാൻ ഇനിയും സമയമുണ്ടല്ലോ. അതിരിക്കട്ടെ, നിങ്ങളുടെ നേരെ മുന്നിൽ ഒരു വലിയ കൺട്രോൾ ഹാൻഡിലുണ്ടോ? ആ ഹാൻഡിലിന്റെ ഇടതുവശത്ത് ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അതൊരിക്കലും അമർത്താൻ പാടില്ലായിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വിമാനത്തിന്റെ മെയിൻ എഞ്ചിൻ ഓഫായി. ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് നിങ്ങളുടെ വിമാനം ഇപ്പോൾ ഓടുന്നത് സെക്കൻഡ് എഞ്ചിനിലാണ്. സെക്കൻഡ് എഞ്ചിൻ ഉണ്ടല്ലേ? അതെങ്കിലും ഓടുന്നുണ്ടല്ലോ. സെക്കൻഡ് എഞ്ചിൻ എന്ന് വെച്ചാൽ ആ എഞ്ചിൻ സെക്കൻഡ് ഹാൻഡ് ആണ്, അതും മെയ്ഡ് ഇൻ ചൈന. ഇപ്പോൾ ഓടുന്ന എഞ്ചിൻ എത്ര സമയം ഓടും എന്നതിന് ഒരു ഗ്യാരണ്ടിയുമില്ല. ചൈനീസ് ആണല്ലോ, ഓടിയാൽ ഓടി.